ഹായ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ ഓൾറെഡി എടുത്തിട്ട് ഈ ചെങ്ങൈന്റെ ഈ ക്യാമറയിൽ എന്റെ അടുത്ത് ഇവൻ അറിയാതെ ഇത് ഡിലീറ്റ് ആക്കി. ആ ഡിലീറ്റ് ആക്കിയതിന് ശേഷമാണ് ഈ വീഡിയോ സെയിം വീഡിയോ ഒന്നുകൂടി എടുക്കുക. ഫസ്റ്റ് എടുത്തിരുന്ന സമയത്ത് ആ വീഡിയോ ഫുള്ളി അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഞാൻ റാൻഡംലി കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു. ഇനിയിപ്പോ ആ ചോദ്യം സെയിം ചോദ്യം തന്നെ ആയാലും എന്നാലും ചോദിക്കാം. എന്താ വീഡിയോന്റെ മെയിൻ ഉദ്ദേശം വെച്ചാല് നമ്മളെ നവാസ് നമ്മളെ കൂട്ടത്തിൽ യൂട്യൂബ് മോണിറ്റൈസ് ചെയ്ത ഒരാളാണ്. അപ്പം ഈ യൂട്യൂബ് മോണിറ്റൈസ് ചെയ്ത ജേണി നവാസിന് കൃത്യമായി അറിയാം. അതിനെ സംബന്ധിച്ച് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആളാണെങ്കിലും എന്താണെങ്കിലും തുടങ്ങാൻ പോണ ആളാണെങ്കിലും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു മേജർ കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താക്കാം ചോദിക്കാം. നോക്കാം. ഒന്നാമത്തെ ചോദ്യം, എത്ര സമയം എടുത്ത ഒരു യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആവാൻ? ഏകദേശം ഒരു 1 year ഗ്യാപ്പാണ്. യൂട്യൂബിന്റെ ഒരു പോളിസി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 365 ഡേയ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, യൂട്യൂബിന്റെ ആ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്യണം. അതായത് ആ ഒരു മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ നമ്മൾ കംപ്ലീറ്റ് ആക്കണം. അതായത് പണ്ട് ഉണ്ടായിരുന്നത് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചവേഴ്സും. ഇപ്പം 2 സ്പ്ലിറ്റപ്പ് ചെയ്തിട്ടുണ്ട്. 500 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ചവറുമായി. അപ്പം ഒന്നുകൂടി സുഖമായി ഇപ്പത്തെ കാര്യത്തില്. അന്ന് വീഡിയോ അങ്ങോട്ട് ഇട്ടിട്ട് കേറി കിട്ടൂല. അതായത് ഒരു വീഡിയോക്ക് നമ്മൾ വ്യൂസ് അനുസരിച്ചല്ല, ആൾക്കാർ എത്രത്തോളം കണ്ടിരിക്കുക അതിനനുസരിച്ച് വാച്ച് അവർ കയറുള്ളൂ. അപ്പൊ ആ ഒരു ടൈമിൽ എന്താ അറിയില്ല, ചില വീഡിയോസിന് എന്തൊക്കെ ഒരു പൊടിക്കൈവറ്റം സംഭവിച്ച പോലെ അത് കയറി. അപ്പൊ പിന്നെ അതിൽ മോണിറ്റൈസ്ഡ് ആയതാണ്. അതായത് ഏകദേശം 1 year അല്ല, ഒരു 9 മാസം 10 മാസം ടൈം എടുത്തുകണ് ഞാനത് മോണിറ്റൈസിൽ എത്താൻ വേണ്ടിയിട്ട്. ആ ഒരു ടൈമിൽ രണ്ടാമത്തെ അടുത്ത അടിപൊളി ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, നമുക്ക് എത്ര വരുമാനം കിട്ടും മെനക്കെട്ടാ നമുക്കൊരു സംഖ്യ ഏൺ ചെയ്തെടുക്കാൻ പറ്റും. അതായത് നമ്മുടെ നീശ് ഇപ്പൊ ഇന്ത്യ ഒരു നീശ് ആദ്യം ട്രാവലായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാല് ട്രാവൽ ആ ടൈമിൽ എനിക്ക് മോണിറ്റൈസ്ഡ് ആയിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം ആണ് എനിക്ക് ഞാനൊരു വർക്കിനൊക്കെ കയറിയ ടൈമിന് കുറച്ച് മുന്നേറ്റാണ് എനിക്ക് മോണിറ്റൈസ്ഡ് ആയത്. അപ്പൊ ആ ഒരു ഫേം തന്നെ മാറി, ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഒരു കണ്ടന്റ് തന്നെ മാറി. ഇപ്പോൾ കറന്റ് ഞാൻ ഇങ്ങനെയൊക്കെ മാറ്റി പക്ഷേ ഏകദേശം ഒരു എത്രത്തോളം ഏൺ ചെയ്യാൻ പറ്റുന്നുള്ളല്ല പറഞ്ഞത്. അത് നമുക്ക് ഒരു വ്യൂസും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു കാര്യം. അതായത് ഒരു ലെങ്തി വീഡിയോക്ക് മിനിമം ഒരു 1K വ്യൂസിൽ നമുക്ക് എത്തിപ്പെടാൻ ഒരു ഏകദേശം എല്ലാ വീഡിയോസും 1K ഒക്കെ കയറിയിട്ട് കഴിഞ്ഞാൽ അതിനൊരു $1 വെച്ചെങ്കിലും ആ ഒരു വീഡിയോക്ക് ഏണിങ്സ് കിട്ടും. പിന്നെ എത്ര പേ ഔട്ട് എത്ര എടുക്കാൻ പറ്റുക? അത് നമുക്ക് $100 ആയി കഴിഞ്ഞാല് നമുക്ക് പേ ഔട്ട് എടുക്കാം. ഒറ്റ പിന്നെ എന്താ പറയാ, പിന്നെ സ്റ്റെക്കായി ഇനി അത് വീണ്ടും അതെന്ത് ചെയ്യണം, പേ ഔട്ടിലേക്ക് കൊണ്ടുവരണം. സോ ആക്ച്വലി ഈ പേ ഔട്ട് എങ്ങനെയാ വെച്ചാൽ നമുക്ക് നമ്മളെ ഡാഷ്ബോർഡിൽ കാണാം. ഇങ്ങനെ $100 ആയി, ഞാൻ അവസിന്റെ കണ്ടാണ് $100 അതിങ്ങനെ ഫില്ലായി അടുത്ത ഇതാ ഫില്ലാക്കിക്കൊണ്ടിരിക്കണാല് ആ ഫില്ലായാലും നമുക്ക് ചായ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബില് വേറൊരു കാര്യം, എന്തെങ്കിലും സ്പെസിഫൈ ചെയ്ത് നിഷ് ഫോക്കസ് ചെയ്ത് തന്നെ കോണ്ടന്റ് ചെയ്യണോ അതോ ജനറൽ ആയിട്ട് എല്ലാ കോണ്ടന്റും കൂടി ചെയ്യണോ? ഏതാണ് ബെസ്റ്റ് നല്ലത്? ഒരു നിഷ് ഫോക്കസ് ചെയ്ത് അത്രയും ബെറ്റർ. അത് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം പറഞ്ഞാല് നമ്മുടെ ഒരു ഓഡിയൻസ് നമ്മുടെ കണ്ടന്റ് അനുസരിച്ചാണ് അവര് നമ്മളിത്. അപ്പൊ അത് ഇപ്പൊ അവർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട വാല്യുബിൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഞാനൊരു യൂട്യൂബറിൽ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു നിഷ് തന്നെ അയാൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും മനസ്സിലുണ്ടാവും. കാരണം ഇയാളെ വീഡിയോ കണ്ടാൽ എനിക്ക് ആ ഒരു ടൈപ്പ് ഓഫ് സാധനം എനിക്ക് അവിടെ നിന്ന് കിട്ടുമല്ലോ. അപ്പൊ അയാളെ വീഡിയോ ചാനലിൽ പോയി നോക്കാം. ഈ ഒരു മൈൻഡ് സെറ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു നിഷ് ഫോക്കസ് ചെയ്താൽ എത്രയും ബെറ്റർ. എല്ലാം കൂടി ജനറൽ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നിലും റീച്ച് ഇല്ലാതായി പോവുകയും ചെയ്യും. ആൾക്കാർക്ക് ഏതാ വേണ്ടത് ആൾക്കാർക്ക് തന്നെ അറിയില്ല. അത് നല്ലൊരു പോയിന്റ്. കാരണം നമ്മളൊരാളെ ചിലപ്പോൾ നോക്കി കാണുന്ന ആ ഒരു കോണ്ടന്റിന് വേണ്ടിയിട്ടായിരിക്കും. എന്നിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സാധനം നമുക്ക് പിന്നെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സോ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ താങ്ക് യു.